വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വീഡിയോസിന്റെ അണ്ടറിൽ കമന്റ്സ് വരാറുണ്ട്. ഈ ഒരു കോഴ്സ് തട്ടിപ്പാണോ? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തട്ടിപ്പാണോ? അതുപോലെ വിളിക്കുന്ന സ്റ്റുഡൻസ്, എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസ് ചോദിക്കും, ഇത് തട്ടിപ്പാണോ? ജോലി കിട്ടാത്തത് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചു, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. ആക്ച്വലി ഇത് തട്ടിപ്പൊന്നുമല്ല. അതിന്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഇത് തട്ടിപ്പൊന്നുമല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കോട്ടയം, എറണാകുളം, കോഴിക്കോട് ഈ ഒരു ജില്ലകളിലൊക്കെ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം അവിടെ 100 പേരെങ്കിലും ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. ഇന്റേൺഷിപ്പിനും പ്ലേസ്മെന്റിനും മാത്രമായിട്ട് ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. പക്ഷെ അതിന് സെലക്ട് ആവുന്നത് വെറും 3-4 പേരാണ്. അതവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ട് ഒന്നുമല്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, എല്ലാവരും ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവരൊക്കെ തന്നെയാണെങ്കിലും അതിന്റെ റീസൺ എന്ന് പറയുന്നത്, അവർക്ക് അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ല. അതായത് സ്കിൽസ് ഇല്ല. വെറുതെ കുറെ തിയറി പഠിച്ചുകൊണ്ട് മാത്രം വരുന്ന സ്റ്റുഡൻസ് ആണ്. പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജോബിൽ കയറി കഴിയുമ്പോൾ അവർക്ക് വേണ്ട ക്വാളിറ്റി സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു മാനേജ്മെന്റ് നമ്മളോട് ഷെയർ ചെയ്തൊരു കാര്യം. അപ്പോൾ ആ രീതിയിൽ നമുക്കിങ്ങനെ ഹോസ്പിറ്റൽസ് അവരുടെ കൺസേൺസ് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആണ്, നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് അവരുടെ സ്കിൽസ് ആയിരിക്കണം. തിയറി നമ്മളൊരു സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഓഫീസ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സ്കിൽസ്, പിന്നെ എല്ലാത്തിനുപരി വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ലാംഗ്വേജസിലാണെങ്കിലും സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒരു പേഷ്യന്റ് ഒന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ക്ലാസ്സസും ലൈവായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ ഇത് മാത്രമാവരുത് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ സൈഡായിട്ട് നിങ്ങൾ ലാംഗ്വേജസ് പഠിക്കുക. ഞാൻ ഇത് പറയാൻ കാരണം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. നമ്മൾ ഇതുപോലെ തന്നെ കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിൽ സംസാരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞ നമ്മളോട്, ഇവിടെ പുറത്തുനിന്നാണ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത്. അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഇത്രയും ആളുകളുള്ള ഈ കേരളത്തിലെ ആളുകളെ പോരാനിട്ട് പുറത്തുനിന്ന് ഹയർ ചെയ്യാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അറബി അറിയുന്നവരും അതുപോലെ ജർമ്മൻ ലാംഗ്വേജ്, വേറെ ഫോറിൻ ലാംഗ്വേജസ് അറിയുന്നവരാണ് കൂടുതലും വരുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ കേരളത്തിൽ ആർക്കും ഇല്ല. അപ്പൊ അവർ ഫോറിനേഴ്സിനെ ഹയർ ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണ് മുമ്പിലുള്ളതെന്ന്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു കോഴ്സിന്റെ കൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത്തരത്തില് നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല സാലറിയിൽ നല്ല പോസ്റ്റിൽ ജോബിന് കയറാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു കൺസേൺ ആണ്, ഈ ഫീൽഡിൽ വേക്കൻസി കുറവാണ്, സ്കോപ്പ് കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. കാരണം അത്രയധികം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹോട്ടൽസ് കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റൽസ് കൂടുന്നുണ്ട്. നമുക്കറിയാം, ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഹോസ്പിറ്റൽസ് വേണം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ സ്കോപ്പ് ഇല്ല, കോമ്പറ്റീഷനാണ്, ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈമും അതുപോലെ തന്നെ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ സ്കിൽസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്തും ഉണ്ടാവുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. സോ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കൺസേൺസും സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രിയിൽ ഈ കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇപ്പോൾ 250-ലധികം സ്റ്റുഡൻസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതും. സോ ഇത്തരത്തിലുള്ള എല്ലാ കൺസേൺസും സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രിയിൽ ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ 250-ലധികം സ്റ്റുഡൻസുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 50ഓളം സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞവർ പ്ലേസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പും ഇതെല്ലാം കിട്ടാൻ തന്നെ കാരണം നമ്മൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്ന ഈ ബാച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസ്സസും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ക്ലാസ്സസും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതല്ലാതെ കൂടുതൽ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരാം.